CPM ഭീകരത എന്നേക്കുമായി അവസാനിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ യുവതാരകങ്ങളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ ഓർമ്മദിനത്തിലാണ് ഇന്ന് പാർട്ടി നേതാക്കളും അണികളും നിൽക്കുന്നത്. ആ ദിനത്തിൽ കോൺഗ്രസിൽ ഇല്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ഓർമ്മകൾ പുതുക്കാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം വലിയ ഞെട്ടലും ദുഃഖവും പെരിയ ഇരട്ടക്കൊലക്കേസ് കോൺഗ്രസിന് സമ്മാനിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം കണ്ണീരണിഞ്ഞാണ് ഷാഫി പറമ്പിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചത്. രാജ്യത്തെ ഓരോ കോൺഗ്രസുകാരനും മറക്കാൻ സാധിക്കില്ല ഫെബ്രുവരി 17 കാസർഗോഡ് പെരിയയിലെ ഇരട്ടക്കൊലകളും. ഇന്നും ഞെട്ടലായി അവശേഷിക്കുകയാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും നീറുന്ന ഓർമ്മകൾ. CPMന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിനിരയായി മറഞ്ഞ ആ ചെറുപ്പക്കാരുടെ ഓർമ്മകൾ വീണ്ടും അഗ്നിയായി ജ്വലിക്കുമ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളായ CPM പ്രവർത്തകർക്ക് നിയമസഹായം നൽകാൻ 3.5 കോടി CPM പിരിച്ചുവെന്ന ആരോപണമടക്കം നേരത്തെ ശക്തമായിരുന്നിട്ടും ഇന്നും കോൺഗ്രസ് നീതി പ്രതീക്ഷിക്കുമ്പോഴാണ് ഓർമ്മദിനം വന്നെത്തുന്നത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിക്കെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതി വരെയും പോയി പരാജയപ്പെട്ട പിണറായി സർക്കാർ പ്രതികളെ സംരക്ഷിക്കാനുള്ള മറ്റു വഴികൾ തേടുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി പണമാണ് സർക്കാർ ഖജനാവിൽ നിന്നും കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചിലവഴിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ പിണറായി സർക്കാർ തടസ്സ ഹർജിയുമായി രംഗത്ത് വന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശവും പകൽ പോലെ വ്യക്തമാണ്. ഹൈക്കോടതിയിൽ നിന്നും മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്ന് പോലും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. ഇതിനിടയിലെത്തുന്ന ഓർമ്മദിനത്തിൽ രാഹുൽ മാങ്കൂട്ടം വികാരാധീനനായിട്ടാണ് പ്രതികരിച്ചത്. ഒരു പ്രസ്ഥാനത്തെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും? ജീവന തുല്യം. എന്നാൽ ജീവനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിച്ച മനുഷ്യരുണ്ട്. അവരാണ് രക്തസാക്ഷികൾ. ഇങ്ങനെയാണ് രാഹുൽ ഓർമ്മക്കുറിപ്പ് തുറന്നത്. അവരെക്കാൾ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടവർ വേറെ കാണില്ല. അവരുടേതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് അനശ്വര രക്തസാക്ഷികൾ ശരത്തിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ വാർഷികമാണ്. CPM എന്ന നരഭോജി തീവ്രവാദ സംഘടന തലയോട്ടി വെട്ടിത്തകർത്തു കൊന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം. രാഷ്ട്രീയത്തെ തൊഴിലായി കണ്ട പ്രസ്ഥാനത്തിലെ അവസരം കുറയുമ്പോൾ മറ്റു പാർട്ടിക്കാരെ മണിയടിക്കുന്ന ശങ്കറുമാർക്ക് അത് മനസ്സിലാകണമെന്നില്ല. ആ മണിയടിക്കാരൊക്കെ വന്നു പോകുമ്പോഴും ഈ പാർട്ടി ഇങ്ങനെ നിലനിൽക്കുന്നത് ഇത് ഷുഹൈബിന്റെയും ശരത്തിന്റെയും കൃപേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അവർക്ക് പ്രധാനം അധികാരമല്ല. സെക്രട്ടേറിയറ്റിലെ ഭരണക്കൊടിയില്ലെങ്കിലും അവരുടെ നാട്ടിലെ കൊടിമരത്തിലെ കൊടിയുടെ നിറമൊന്ന് മങ്ങിയാൽ അത് നോവുയർത്തുന്ന ആ മനുഷ്യരാണ് ഈ പാർട്ടി. രക്തസാക്ഷി ഉണ്ടായാൽ ഫണ്ട് അടിച്ചു മാറ്റാലോ എന്ന് കരുതുന്ന മധുസൂദന പാർട്ടിക്കാർക്കും അത് മനസ്സിലാകില്ല. രക്തസാക്ഷികൾ അനശ്വരന്മാരാണ്. മറക്കില്ല ഈ കൊലവെറിയുടെ ഓർമ്മ. ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി CPMനെ പുകഴ്ത്തിയ കോൺഗ്രസ് നേതാവ് മണിശങ്കറിന് കണക്കിന് കൊടുത്താണ് രാഹുൽ കൃപേഷിനെയും ശരത് ലാലിനെയും ഓർത്തെടുത്തത്. 19ഉം 24ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്നു തള്ളിയ പാർട്ടി ക്രിമിനലുകളെ CBI അന്വേഷണത്തിൽ നിന്നും അർഹിച്ച ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിക്കാൻ മടിക്കാത്ത ഭരണകൂടത്തിന് അവസാനം കുറിക്കാൻ സമയമായി എന്ന 2 വാക്കുകളിൽ ഷാഫി കോൺഗ്രസിന്റെ 2 യുവതാരകങ്ങളെ ഓർത്തെടുത്തു. ധീരരുടെ മായാത്ത മുറിവുകൾക്ക് 7 ആണ്ട് എന്ന ഒറ്റവാക്കിൽ കുറിച്ച് ഷാഫി.